CPM-ൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ സജീവം. ഒരാഴ്ചക്കുള്ളിൽ അന്തിമ പട്ടിക തയ്യാറാക്കാനാണ് പാർട്ടി തീരുമാനം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിനൊപ്പം തന്നെ സ്ഥാനാർത്ഥികളെയും അണിനിരത്താനാണ് തീരുമാനം. കണ്ണൂർ ജില്ലയിലെ സ്ഥാനാർത്ഥി പട്ടിക സംബന്ധിച്ച് CPM ജില്ലാ സെക്രട്ടേറിയറ്റിൽ ചർച്ച നടന്നു. KK ശൈലജ പട്ടികയിൽ ഇടം പിടിക്കാൻ തന്നെയാണ് സാധ്യത. മട്ടന്നൂരിൽ നിന്നും ശൈലജ മാറുമെന്നും ഉറപ്പായിട്ടുണ്ട്. CPM സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമരൂപം നൽകുന്നതിനുള്ള സംസ്ഥാന കമ്മിറ്റി യോഗം അടുത്ത ദിവസം തന്നെ നടക്കും. എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള സ്ഥാനാർത്ഥി ലിസ്റ്റ് സംസ്ഥാന നേതൃത്വത്തിന് കൈമാറിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ ഒറ്റ ടേമിലുള്ള സിറ്റിംഗ് MLA-മാരെല്ലാം തുടരാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് തീരുമാനിച്ചു. പയ്യന്നൂരിൽ TI മധുസൂദനൻ തന്നെ മത്സരിക്കും. കല്യാശ്ശേരിയിൽ M വിജയനും അഴീക്കോട് KV സുമേഷും സ്ഥാനാർത്ഥികളാകും. മറ്റു മണ്ഡലങ്ങളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം സംസ്ഥാന കമ്മിറ്റിയാണ് എടുക്കുക. ധർമ്മടം, തളിപ്പറമ്പ്, മട്ടന്നൂർ, തലശ്ശേരി മണ്ഡലങ്ങളുടെ തീരുമാനമാണ് മേൽഘടകങ്ങൾക്ക് വിട്ടത്. ഈ മണ്ഡലങ്ങളിൽ ഒറ്റപ്പേര് ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചിട്ടില്ല. തലശ്ശേരിയിൽ സംസ്ഥാന നേതൃത്വത്തിൽ നിന്നും ആരും ഇല്ലെങ്കിൽ കാരായി രാജനെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് നിർദ്ദേശിച്ചത്. KK ശൈലജയെയും AN ഷംസീറും ഇല്ലാതെയാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് പട്ടിക തയ്യാറാക്കിയത്. എങ്കിലും ഇതിൽ KK ശൈലജ മത്സരരംഗത്തുണ്ടാകുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. മട്ടന്നൂരിൽ നിന്നും KK ശൈലജയെ മാറ്റുകയാണെങ്കിൽ തളിപ്പറമ്പിലായിരിക്കും അടുത്ത പരിഗണന. ജില്ലയിൽ ഒരു സീറ്റ് വനിതകൾക്കായി മാറ്റിവെക്കും. സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം MV ജയരാജൻ മത്സരിക്കണമെന്ന ആവശ്യവും സെക്രട്ടേറിയറ്റിൽ ഉയർന്നു. തലശ്ശേരിയിലാണ് MV ജയരാജൻ മത്സരിക്കാൻ സാധ്യത. ഇത് സംസ്ഥാന സെക്രട്ടേറിയറ്റും അംഗീകരിച്ചാൽ തലശ്ശേരിയിൽ MV ജയരാജൻ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. മട്ടന്നൂരിൽ നിന്നും KK ശൈലജ മാറുകയാണെങ്കിൽ DYFI സംസ്ഥാന സെക്രട്ടറി VK സനോജാകും സ്ഥാനാർത്ഥി. KPCC പ്രസിഡന്റിന്റെ സീറ്റ് പിടിച്ചെടുക്കാൻ പേരാവൂരിൽ KK ശൈലജയെ ഇറക്കണമെന്ന ആവശ്യവും പാർട്ടിയിലുണ്ട്. എന്നാൽ KK ശൈലജയെ അവിടെ മത്സരിപ്പിക്കാൻ സാധ്യത കുറവാണ്. പേരാവൂരിൽ കഴിഞ്ഞ തവണ മികച്ച മത്സരം കാഴ്ചവെച്ച സക്കീർ ഹുസൈൻ തന്നെ സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. N സുകന്യ, PK ശ്യാമള എന്നിവരുടെ പേരുകളും CPM പരിഗണിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.